ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ യൂത്ത് കോൺഗ്രസിന്റെ പരാതിയിൽ മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ നടപടിക്ക് നിർദ്ദേശം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി നൽകിയ പരാതിയിലാണ് അടിയന്തര ആക്ഷൻ നടപടിയെടുക്കാൻ ലോ ആൻഡ് ഓർഡർ ADGPക്ക് സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകിയത്. അഖിൽ പാലോട്ടുമഠം വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നു. അഖിൽ, വ്യക്തമായ തെളിവുകൾ മന്ത്രിക്കെതിരെ ഉണ്ട് എന്നാണോ ഇതിൽ മനസ്സിലാക്കേണ്ടത്? ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടെ അന്മയ്ക്ക് പുറമെ രാഷ്ട്രീയമായി വലിയ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ 136ാമത്തെ പേജിൽ സീരിയല് നടീനടന്മാരുടെ സംഘടനയായ ആത്മയുടെ പ്രസിഡന്റും അതുപോലെ തന്നെ സംസ്ഥാനത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയുമായ കെ.ബി. ഗണേഷ് കുമാറിനെതിരെ ഒരു പരാമർശം ഉള്ളത്. അമ്മയിൽ മാത്രമല്ല, സിനിമയിൽ മാത്രമല്ല അവസരങ്ങൾ നഷ്ടപ്പെടുന്നത്, സീരിയലിൽ കൂടി ചില പ്രമുഖരുടെ ഇടപെടൽ കൊണ്ട് അവസരങ്ങൾ നഷ്ടപ്പെടുന്നു എന്ന് ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ പരാതി പറഞ്ഞ അതേ ചലച്ചിത്ര താരങ്ങൾ തന്നെ ആത്മയിലും പരാതിയുണ്ട്, ഇത്തരത്തിൽ അനുഭവം ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഗണേഷ് കുമാറിനെതിരെ സെൻസറി ആക്ഷൻ എടുക്കാൻ വേണ്ടി ഒരു നിർദ്ദേശം ADGPക്ക് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് മന്ത്രിക്കെതിരെയും അതുപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് DGPക്കും വനിതാ കമ്മീഷനും ഒക്കെ തന്നെ പരാതി നൽകിയത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി നൽകിയ പരാതിയിന്മേലാണ് ഇപ്പോൾ ADGPക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നെസസറി ആക്ഷൻ ആൻഡ് ലോ ഓർഡർ DGPക്കാണ് സംസ്ഥാന പോലീസ് മേധാവി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അനു.